ഓക്കെ, നമ്മൾ എക്സ്പ്രഷൻ ഒരു ഇൻഫിക്സ് നൊട്ടേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോറി അല്ല, പ്രിഫിക്സ് നൊട്ടേഷൻ. ആ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് സ്റ്റാർ പ്ലസ് പ്ലസ് എ ബി സി പ്ലസ് പ്ലസ് ഡി ഇ എഫ്, ഇതായിരുന്നു നമ്മുടെ നൊട്ടേഷൻ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രീ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾ വളരെ എബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ചെയ്യുന്നേക്കാളും നമുക്ക് ആദ്യം ഇതിനെന്ത് ചെയ്യാം, ഇൻഫിക്സ് ആക്കി മാറ്റാം. ഇൻഫിക്സ് ആക്കി മാറ്റുമ്പോൾ ഇൻഫിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ സ്റ്റെപ്പുകളായിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതിൽ ആദ്യം ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതുന്നതാണ് സ്റ്റെപ്പ് 1. പ്ലസ് പ്ലസ് എ ബി സി പ്ലസ് പ്ലസ് ഡി ഇ എഫ്. സ്റ്റെപ്പ് 2-ൽ നിയർ ബൈ ആയി കിടക്കുന്നത് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം. ഈ വാല്യൂ ഇത് മാറ്റും. അപ്പോൾ സ്റ്റാർ പ്ലസ് എ പ്ലസ് ബി സി പ്ലസ് പ്ലസ് ഡി ഇ എഫ്, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഈ പ്ലസ്, അതായത് ഇതിനെ ബ്രാക്കറ്റ് ചെയ്തിട്ട് ഒരു ടേം കണക്കാക്കുക, എന്നിട്ട് ഈ പ്ലസിനെ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാർ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് പ്ലസ് ഡി ഇ എഫ്. നാലാമത്തെ സ്റ്റെപ്പിൽ ഇതിനെ ഇങ്ങോട്ട്, അതായത് ഇത് കോമൺ ബ്രാക്കറ്റ് ചെയ്യുക. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു പ്ലസ് പ്ലസ് ഡി ഇ എഫ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ഇതിൽ ക്ലോസ് ആയിട്ടുള്ള ഇതാണ് ഇതല്ലേ, അപ്പോൾ ഇതിനെ മാറ്റും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു പ്ലസ് ഡി പ്ലസ് ഇ എഫ്. ഓക്കെ, ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ ഇനി ആകൊന്നല്ലേ മാറ്റാനുള്ളൂ. അപ്പോൾ ഇത് വേറെ ഇതൊരു ടേം ആക്കുക, ഈ പ്ലസ് ഇങ്ങോട്ട് വരും. അപ്പോൾ എങ്ങനെ വരിക, എ പ്ലസ് ബി പ്ലസ് സി ഒരു ടേം ഇൻറ്റു അടുത്ത ടേം പോലെ ഡി പ്ലസ് ഇ പ്ലസ് എഫ്. ഓക്കെ, ഇപ്പോൾ അത് ഇൻഫിക്സ് ഫോമിലേക്ക് ആയി. ഇതിന് നമുക്ക് ഇനി എന്ത് ചെയ്യാം, എക്സ്പ്രഷൻ ട്രീ വയ്ക്കാം. എക്സ്പ്രഷൻ ട്രീ വരയ്ക്കുമ്പോൾ എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഇൻഫിക്സ് നൊട്ടേഷൻ എടുത്ത് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഡി പ്ലസ് ഇ പ്ലസ് എഫ്. ഓക്കെ, എഴുതുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്, സ്റ്റാർ അല്ലേ. ഓക്കെ, അപ്പോൾ ആ സ്റ്റാറിനെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വരയ്ക്കുക. ഓക്കെ, ദെൻ ഇതാണ് നമ്മളെ റൂട്ടായി വരയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രീ ബാലൻസ് ചെയ്ത് വരയ്ക്കണം. ട്രീ ബാലൻസ് ചെയ്ത് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിനേക്കാളും എപ്പോഴും റൈറ്റ് സൈഡ് കൂടുതലായിരിക്കണം, അങ്ങനെയാണ് പറയുക. ലെഫ്റ്റ് സൈഡ് ഓൾവേസ് ലെസ് ദാൻ റൈറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് റൂട്ടിൽ നിന്ന് 2 ലീഫ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരേപോലെയാണ്, ഇവിടെയും ഒരേപോലെയാണ്. പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു പ്ലസ് ഇവിടെയും ഒരു പ്ലസ് ഇവിടെയും കൊടുക്കുക. രണ്ടിടത്തും പ്ലസ് തന്നെയല്ലേ. അപ്പോൾ ഇതിൽ എയും അടുത്തതിൽ പ്ലസ് ബി സി. ഇപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളതിൻ്റെ ഫോർമാറ്റായി. അതേപോലെ ഇവിടെയും നിങ്ങൾ ഡി ആ പ്ലസ് ഇവിടെ കൊടുത്തിട്ട് ഇ എഫ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ എക്സ്പ്രഷൻ ട്രീ വരിക. മനസ്സിലായോ?
ഇതേപോലെ ഞാൻ വേറെ ഒന്ന് ചെയ്ത് വെച്ചതാണത്. ഇത് സിമ്പിളായിട്ടുള്ളതാണ്. ഇൻഫിക്സ് നൊട്ടേഷൻ എ പ്ലസ് ബി ഇൻറ്റു സി ആണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയുന്നു വരുന്നു. പോസ്റ്റ് ഫിക്സും ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. ഈ 3 നൊട്ടേഷനിൽ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതിയതാണത്. അടുത്തത് അതിൻ്റെ എക്സ്പ്രഷൻ ട്രീ വരയ്ക്കുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു സി ആണ്. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ളത് കോമൺ ആയിട്ടാണ് അവർ പറയണത്, ഇൻറ്റു സി വേറെയാണ്. അപ്പോൾ അത് സ്റ്റാക്കിലേക്കാക്കി എഴുതുമ്പോൾ ആദ്യം വാല്യൂസ് മാത്രമാണ് സ്റ്റാക്കിൽ പോവുക, അതിനുശേഷം എന്താ പറയുക സിമ്പിൾസ് പോവുള്ളൂ. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റാണ് കേട്ടോ ആദ്യം പോവുക. എ എന്നുള്ളത് പോയി, പിന്നെ ബി എന്നുള്ളത് വന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ എക്സ്പ്രഷൻ ട്രീ വരയ്ക്കുന്നത് പിന്നെ വെറുതെ റൗണ്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ സ്റ്റാക്ക് ഓപ്പറേഷൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ നമ്മളിതുപോലെ ബോക്സ് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ആ എ കയറി, പിന്നെ അടുത്തത് ബി കയറും, പിന്നെ പ്ലസ് വരുന്ന സമയത്ത് നമ്മൾ എക്സ്പ്രഷൻ ട്രീ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ അപ്പോൾ ആദ്യം ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പ്ലസ് എ ബി സി വരച്ചു. ദെൻ അത് കഴിഞ്ഞപ്പോൾ സി ആണ് പിന്നെ അടുത്ത് വരുന്ന എന്താ പറയുക ആൽഫബറ്റ്. അപ്പോൾ സി എടുത്തെഴുതി. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞു ആദ്യം സിമ്പിൾസ് എല്ലാം എഴുതുക, ആദ്യം ലെറ്റേഴ്സ് വരുന്നതാണ് എഴുതുക സ്റ്റാക്കിലേക്ക് ആകുമ്പോൾ. അപ്പോൾ സ്റ്റാർ എഴുതി. ഈ സ്റ്റാർ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സി ഇവിടെ വരും. ദെൻ സ്റ്റാർ വരുമ്പോഴാണ് അതിനെ നമ്മൾ വരയ്ക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ ഏതാണ്, രണ്ടിൻ്റെയും ഡിവൈഡ് ചെയ്യുന്ന പോലെ വരുന്ന സിമ്പിൾ ഏതാണോ അതിനെ നമ്മൾ റൂട്ടായിട്ട് വെക്കുക. ഓക്കെ, അതിന് നമ്മൾ റൂട്ടായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മാറ്റി വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഇത് ബാലൻസ് ആയിട്ടില്ല ട്രീ, പക്ഷേ ഇതിങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുള്ളൂ. ബാലൻസ് ആയിട്ട് ആവാണ്ട് വരച്ച് കഴിഞ്ഞാൽ അത് ബൈനറി ട്രീയിൽ എററാണ് ശരിക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക, ട്രീ എക്സ്പ്രഷൻ ട്രീ എന്നുള്ളത് വരയ്ക്കുക. നിങ്ങൾ നോക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ.